ഭർത്താവ് കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ മിക്ക ഭാര്യമാർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ കവിതയുടെ വീട്ടിൽ ഉർവശി ശാപം ഉപകാരം എന്നുള്ള നിലയിൽ എന്തോ നടന്നോ അറിയില്ല. എന്തായാലും കവിത പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. മാഡം, എൻ്റെ പേര് കവിത, 33 വയസ്സുണ്ട്, വിവാഹിതയാണ്, ഒരു കുട്ടിയുമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഒരു കുട്ടി മാത്രം മതി എന്നാണ് ഞങ്ങളെടുത്ത തീരുമാനം. അതിനൊരു കാരണമുണ്ട്. ആദ്യത്തെ എൻ്റെ ഗർഭവും പ്രസവവും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചതിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനമെടുത്തു. എന്ന് വെച്ച് നിർത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഡോക്ടറെ കണ്ടിട്ട് താൽക്കാലിക സംവിധാനങ്ങളിൽ കൂടി കടന്നു പോകുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴേ എനിക്ക് കുട്ടിയുണ്ടായി. സത്യം പറഞ്ഞാൽ ഞങ്ങളുടേത് കംപ്ലീറ്റായി ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അദ്ദേഹം ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ജോലിക്ക് പോകാനൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു മാഡം. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് അതിൽ താല്പര്യമില്ല. കല്യാണം കഴിപ്പിച്ച് വിടണമെന്നായിരുന്നു. അങ്ങനെ അവർ തന്നെയാണ് എല്ലാം കണ്ടെത്തിയത്. അതിന് എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. ഞാൻ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ജോലിക്ക് പോയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഉടനെ തന്നെ കുട്ടി ഉണ്ടാകുകയും ചെയ്തു. പിന്നെ എങ്ങനെ ജോലിക്ക് പോകുന്നത്? ഞാൻ ആ വീട്ടിൽ അടിഞ്ഞുകൂടി. അവിടെ അമ്മായിച്ചനും അമ്മായിമ്മയും ഉണ്ട്. അമ്മായിമ്മയ്ക്ക് എന്നെ വന്നപ്പോഴേ വെറുപ്പാണ്. എന്താ കാരണം എനിക്കറിയില്ല. എത്ര സ്നേഹമായിട്ട് പെരുമാറിയാലും അവർക്ക് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. മകനെ എവിടെയോ കൊണ്ടുപോകാൻ വന്ന യക്ഷി എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ പ്രതികരണം. പക്ഷേ എൻ്റെ അമ്മായിപ്പൻ നല്ലൊരു മനുഷ്യനാണ്. എവിടെ പോയാലും എനിക്ക് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ കൊണ്ടുതരും. ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കൂടുതൽ സംരക്ഷണവും കെയറും അദ്ദേഹത്തിൽ നിന്നും കിട്ടിയിരുന്നു. എന്നെ അദ്ദേഹം താലോലിക്കുന്നത് അമ്മായിമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. ഒരു ദിവസം അമ്മായിമ്മ പറയുകയാണ്, അമ്മായച്ചനും മരുമകളും തമ്മിലുള്ള സ്നേഹം കണ്ടു കഴിഞ്ഞാൽ ശരിയാണെന്ന് തോന്നില്ലല്ലോ. മകനാണോ ഉത്തരവാദി അതോ അമ്മായച്ചനാണോ ഉത്തരവാദി എന്ന് തോന്നുമല്ലോ എന്ന് പറഞ്ഞു. അന്ന് അമ്മായച്ചൻ അവർക്കിട്ട് ഒന്ന് കൊടുത്തു. അതോടുകൂടി പിണങ്ങിപ്പോയി. സ്വന്തം മകളുടെ വീട്ടിലായിരുന്നു കുറേ കാലം. 7 മാസം കഴിഞ്ഞാണ് വന്നത്. വന്നു കഴിഞ്ഞിട്ട് പിന്നെയും പ്രശ്നം തുടങ്ങി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, അച്ഛൻ എന്നെ സ്നേഹിക്കാൻ വരണ്ട, പ്രശ്നങ്ങളാണ്, നീ ഒന്ന് പോകുമ്പോളെ, അവളെ ആര് മൈൻഡ് ചെയ്യുന്നു എന്ന് അമ്മായച്ചൻ പറഞ്ഞു. എന്തായാലും കുട്ടിയെയും കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മായിമ്മയും തിരിച്ചു വന്നു. കുട്ടിയോട് നല്ല സ്നേഹമാണെങ്കിലും എന്നോട് തൊഴുത്തിൽ കുത്തു തന്നെ. ഇതിനിടയ്ക്ക് അമ്മായച്ചനെ എന്നെയും ചേർത്ത് പറയും. പക്ഷേ എൻ്റെ ഗർഭവും പ്രസവവും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിന് എന്നോട് ഒത്തിരി അകൽച്ച വന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അത്ര നല്ല സ്നേഹത്തോടുകൂടി ജീവിച്ചിട്ടേ ഇല്ല. എൻ്റെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 2-3 വർഷം അവർ അവരുടെ ജീവിതം മാത്രം നോക്കണം. കുട്ടികൾ, മറ്റു കാര്യങ്ങൾ ഇങ്ങനെയുള്ളവയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത്. എല്ലാം അത്യാവശ്യമാണെങ്കിലും നല്ലപോലെ പൊരുത്തപ്പെട്ടും അടുത്തും കഴിഞ്ഞ് മാത്രം മതി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഞങ്ങൾക്കിടയിൽ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഒരു പ്രസവം കഴിഞ്ഞതോടുകൂടി ഭർത്താവിന് വല്ലാത്ത അകൽച്ചയാണ്. പഴയ രീതിയിലുള്ള ആവേശമില്ല, ഒന്നുമില്ല. ഞാൻ പലതവണ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ രൂപമാറ്റം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, വല്ലപ്പോഴും അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മാറി നിന്നു. വല്ലാത്ത വിഷമമായതുകൊണ്ട് ഞാൻ പലരോടും ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ പല സ്ത്രീകൾക്കും ഇങ്ങനെ തന്നെയാണ്. പ്രസവത്തോടുകൂടി ഭർത്താവ് അകന്നു പോവുകയാണ്. അതിന് കാരണം രൂപമാറ്റമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ കുറേ എക്സസൈസും ജിമ്മിലും ഒക്കെ പോയി എൻ്റെ ശരീരം കുറച്ചുകൂടി നന്നാക്കാൻ ശ്രമിച്ചു. അതുമാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ബ്യൂട്ടി പാർലർ തുടങ്ങിയിരുന്നു. പഴയതിനേക്കാൾ നന്നാവണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ അവിടെ പോയി. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പണ്ടത്തേക്കാൾ നല്ല രീതിയിലായി, മോഡേണമായി. എന്നെ എല്ലാവരും ശ്രദ്ധിക്കാനും അഭിനന്ദിക്കാനും തുടങ്ങി. പക്ഷേ എൻ്റെ ഭർത്താവിന് അത് ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചിട്ട് എന്നോട് താല്പര്യം കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ സുന്ദരിയാകാൻ ശ്രമിച്ചത് എന്തിനാണ്? എൻ്റെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തോടുള്ള അടുപ്പം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം അടുപ്പം കൂടിയതുമില്ല, അടുപ്പം കൂട്ടിയില്ല. അദ്ദേഹം എന്നിൽ നിന്ന് അകന്നു പോകുന്ന സ്ഥിതിയായി. എന്നാലോ വഴക്കും വക്കാണവുമുണ്ട്. മറ്റു പുരുഷന്മാർ എന്നെ നോക്കുന്നെന്ന് പറഞ്ഞിട്ട്. ഒരു ദിവസം എന്നോട് വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾക്ക് താല്പര്യമില്ല, അപ്പോൾ മറ്റുള്ളവർ അഭിനന്ദിച്ചാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ നിങ്ങൾക്കെന്തോ കാര്യമായ കുഴപ്പങ്ങളുണ്ട്.
തലയ്ക്ക് ഓളമുണ്ട്, കിളി പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തോ വർക്കിംഗ് പ്രശ്നങ്ങളുണ്ട്, ഫ്യൂസ് അടിച്ചു പോയതായിരിക്കും, ബലഹീനത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഭർത്താക്കന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെ വല്ലാത്ത രീതിയിൽ പുള്ളി ഓരോന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് അമ്മായിമ്മ വാലറ്റം പിടിച്ചു. എൻ്റെ മോനെ, നീ അവളോട് തർക്കിക്കാൻ പോണ്ട. നിനക്ക് കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർത്ത് കഴിഞ്ഞാൽ ഇവിടെ കുഴപ്പമില്ലാത്ത നിന്റെ അച്ഛനുണ്ടല്ലോ. അച്ഛൻ മരുമകളെ തൊട്ടിലാട്ടിക്കൊണ്ട് നടക്കുകയല്ലേ, താരാട്ട് പാടുകയാണ്. അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടിവിടെ നടക്കുന്നുണ്ട്. നീ എപ്പോഴാണ് വരുന്നത്? ഓഫീസിൽ പോവുക, തിരിച്ചു വരിക, നിനക്ക് ബോധവും വെളിവൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാനും തിരിച്ചു പറഞ്ഞു. അമ്മായച്ചനുമുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അത് വലിയ വഴക്കായി. അവസാനം അമ്മായച്ചനോട് പറഞ്ഞു, മോളെ, എന്തായാലും നീ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ടൗണിലേക്ക് ഒരു ഫ്ലാറ്റോ ചെറിയ വീടോ എടുത്ത് അങ്ങ് മാറ്. നിങ്ങൾ 3 പേരും കൂടെ അവിടെ താമസിക്കുക, അതായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. ഭർത്താവും അന്നേരം പറഞ്ഞു, ശരി, നമുക്കിവിടുന്ന് പോകാം. എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ. അച്ഛനും അമ്മയ്ക്കൊക്കെ ആരോഗ്യമുണ്ട്, പൈസ ഒക്കെ കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. അമ്മയ്ക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും സമ്മതിച്ചു. അങ്ങനെ ഞാനും ഭർത്താവും കുഞ്ഞും കൂടി ടൗണിലേക്ക് ഒരു വീടെടുത്ത് മാറി. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയാണ്. താഴെ ബേക്കറി, ഒരു കൊച്ചു സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ 2-3 കടകളുണ്ട്. മുകളിൽ 4 വീടുകൾ പോലെ ഫ്ലാറ്റാണ് കേട്ടോ. അത് നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു മനസ്സമാധാനം കിട്ടി. ഭർത്താവിൽ നിന്ന് പ്രത്യേകിച്ച് കൺസിഡറേഷൻ ഒന്നും ഇല്ലെങ്കിലും മനസ്സമാധാനമുണ്ട്. കുട്ടിക്ക് ഏകദേശം 3.5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്ലേ സ്കൂളൊക്കെ ഉണ്ട്. കുട്ടിയെ ഏൽപ്പിച്ചിട്ട് എവിടെ വേണമെങ്കിലും പോകാം. അത് കൺവീനിയൻ്റാണ്, ഒരു പ്രശ്നവുമില്ല. മറ്റ് 2 വീടുകളിലെ ഭാര്യമാരും ജോലി ചെയ്യുന്നവരാണ്. പിന്നെ വേറെ വീടുണ്ടല്ലോ, ആ വീട്ടിലെ ചേച്ചി 40 വയസ്സുള്ള ആളാണ്. പുള്ളിക്കാരിക്ക് ജോലിയൊന്നുമില്ല, എപ്പോഴും ഫ്രീ ആണ്. ഞങ്ങൾ 2 പേരും കൂടെയാണ് ഏറ്റവും വലിയ കൂട്ട്. ഇപ്പോൾ താഴെ സൂപ്പർ മാർക്കറ്റിൽ പോകണമെങ്കിലും നഗരത്തിൽ പോകണമെങ്കിലും എവിടെ പോകണമെങ്കിലും ഞങ്ങൾ 2 പേരും കൂടെയാണ് പോകുന്നത്. പകൽ സമയത്ത് ഞങ്ങൾ 2 പേരും വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ. ഞങ്ങളുടെ കൂട്ടുകെട്ട് വളരെയധികം സന്തോഷപ്രദവും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതായിരുന്നു. എൻ്റെ കാര്യങ്ങൾ എനിക്കൊരു ദിവസം ചേച്ചിയോട് പറയേണ്ടി വന്നു. എടി, അത് കൊള്ളാം, നല്ല കട്ട തടിയുള്ള സുന്ദരനായ ഒരു പുരുഷൻ, നീയാണെങ്കിൽ നല്ലൊരു സുന്ദരി. അവനെന്താ നിന്നോട് താല്പര്യമില്ലാത്തത്? കല്യാണം കഴിഞ്ഞ് ഏതാനും മാസങ്ങളിൽ മാത്രം സന്തോഷമായിരുന്നു. കുട്ടി ഉണ്ടായി കഴിഞ്ഞത് പിന്നെ എല്ലാം ഓഫായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മോളെ വിശ്വസിക്കുക? അവനെന്തായാലും സുന്ദരനാണെങ്കിൽ കാമദേവനൊന്നും അല്ലല്ലോ. അവൻ്റെ പുറകെ ഇത്രയധികം പെണ്ണുങ്ങൾ നടക്കുകയാണോ? അതോ അവന് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ പൊന്നു ചേച്ചി, എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ ചോദിച്ചപ്പോഴാണ് വീട്ടിൽ വഴക്കുണ്ടായെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലോ. എന്നാലും അതിന് പിന്നിൽ മർമ്മപ്രധാനമായ എന്തോ കാര്യമില്ലേ? എടി, അപ്പോൾ അങ്ങ് മൊത്തം നിന്നോ? ഒന്നുമില്ലേ? ഞാൻ പറഞ്ഞു മാസത്തിൽ ചിലപ്പോൾ. ആ, അപ്പോൾ എന്താ സംഭവിക്കുക? ഒന്നുമില്ല ചേച്ചി, 5 മിനിറ്റിന് ഏതോ ഒരു പ്രവാഹം എങ്ങോ കൂടെ പോകും, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവനെന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്കറിയില്ല ചേച്ചി, പണ്ടത്തെ കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എടി, 4 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങൾ നിനക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ? ചേച്ചി, ഞങ്ങൾ തമ്മിൽ പൊരുത്തമൊന്നും ആയില്ലല്ലോ. എനിക്കതും ഇതും കൂടെ താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ, നീ ഒരു വല്ലാത്ത സ്റ്റേജിലാണല്ലോ എൻ്റെ പൊന്നുമോളെ. ഇങ്ങനൊരു കഥ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഭർത്താവിന് ഇഷ്ടവുമാണ്. ആദ്യകാലത്ത് നന്നായിരുന്നു, പിന്നെ ഒന്നുമില്ല. ഇപ്പോൾ എന്തൊക്കെയുണ്ട്, പക്ഷേ ഒന്നും ഓർമ്മയുമില്ല, ഒന്നും അറിയുകയില്ല. അതുമില്ല, ഇതുമില്ല. എന്താടി ഇത്? വിചിത്രമായ കഥയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി, എനിക്കറിയില്ല. ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരു മനസ്സല്ല എൻ്റേത്. കാര്യം എൻ്റെ ജീവിതാനുഭവം ഇങ്ങനെയായി. എനിക്ക് മറ്റൊരു അനുഭവം ഉണ്ടെങ്കിലല്ലേ എനിക്ക് താരതമ്യം ചെയ്യാൻ പറ്റൂ. അതെന്താടി, മറ്റനുഭവം വേണമെന്നില്ല, ഭർത്താവിന് വേണമെങ്കിൽ താരതമ്യം ചെയ്യാമല്ലോ. എനിക്കറിയില്ല, എന്തോ നടക്കുന്നു, എവിടെയോ നടക്കുന്നു. ആ, അത് കൊള്ളാം, നിനക്ക് കിളിപ്പോയതാണ്, നിൻ്റെ ഭർത്താവിനും കിളിപ്പോയതാണ് എന്ന് പറഞ്ഞു. എടി, ശരി, വിവാഹശേഷം ഇങ്ങനെ ഭർത്താവിന് താല്പര്യം നഷ്ടപ്പെട്ടു എങ്കിൽ നിനക്കൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്തുകൂടെ? ഇതിൽ കൂടുതൽ എന്ത് ഇനിഷ്യേറ്റീവ് എടുക്കണം? വണ്ണം കുറച്ച് സുന്ദരിയായി, അതല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും അങ്ങോട്ട് ചെന്ന് നിനക്കൊന്ന് പാടിക്കൂടെ? എന്ത് എടി, ഭർത്താവ് വെറുതെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കയറി ചെന്ന് പാതിരാ തണുപ്പ് വീണോ, മഞ്ഞ് വീണോ, പാട്ട് നിർത്തി കിടക്കൂരാ പാടി എന്ന് പറഞ്ഞ് നിനക്കൊന്ന് തുള്ളിക്കൂടെ? നീ മയക്കിക്കൂടെ അവനെ? ഒന്ന് പോ ചേച്ചി, അതൊക്കെ ഞാൻ പ്രയോഗിച്ചതാണ്, ഒരു ഗുണവുമില്ല. എടി, ചുമ്മാ ആടിപ്പാടി കൊഞ്ചിക്കുഴയാൻ മാത്രമല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ, മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിൽ നീ തല കുനിച്ച് വന്ദിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ, അതൊന്നും എനിക്ക് വയ്യ.
ചേച്ചി എന്താ പറഞ്ഞത്? ഞാൻ വീഡിയോയിൽ അഭിനയിക്കുന്ന നടിയല്ല. ആ, ഇതാണ് കുഴപ്പമെന്ന് എനിക്ക് പിടികിട്ടി. കാര്യം ഐറ്റംസ് ഒന്നും ഇല്ലാത്തിടത്ത് ആരാടി നിന്നെ ശ്രദ്ധിക്കുക? വെറുതെ ഒരുങ്ങിക്കെട്ടി കൂണ് പിടിച്ച് പാഴ്ത്തടി പോലെ നിന്ന് കഴിഞ്ഞാൽ ആരാ ശ്രദ്ധിക്കുക? മോളെ, ആക്റ്റീവ് ആകുക, പാട്ട് പാടുക പറഞ്ഞാൽ ചേച്ചി ഉദ്ദേശിച്ചത് ഇതൊന്നുമല്ല. അതാണെന്ന് പറഞ്ഞു. ചേച്ചി, എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റണം. നീ ഇനി പ്രേമപൂർവ്വം സ്നേഹപൂർവ്വം തല താഴ്ത്തി നിന്തിരുവടികളെ വന്ദിക്കൂ മോളെ എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഓ ചേച്ചി പറ്റില്ല, പറ്റണം. ഇത് നീ ഒന്ന് പരീക്ഷിച്ച് നോക്കിയ ശേഷം ചേച്ചിയോട് വിവരം പറയണം. റിസൾട്ട് പറഞ്ഞില്ലെങ്കിൽ ചേച്ചി പിണങ്ങും. ചേച്ചി ഇത്രയും നാൾ നിൻ്റെ കൂടെ എല്ലാത്തിനും നിന്നു. പക്ഷെ നീ ഇനാക്റ്റീവ് ആണെന്ന് കേട്ടപ്പോൾ എനിക്ക് നിൻ്റെ കംപ്ലൈൻറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. നീ ഇനാക്റ്റീവ് ആകരുത്. ആക്റ്റീവായി കഴിഞ്ഞിട്ടും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ചേച്ചി പിന്നെ നിന്നെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഈ കഥ കേട്ടപ്പോൾ നിൻ്റെ കയ്യിൽ ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ചേച്ചി, എന്നെ ചേച്ചി ഒന്ന് വിളിക്കണ്ട. പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് മാത്രം എന്നോട് പറയാൻ പറഞ്ഞു. അത് ഞാൻ 2 ആഴ്ച ആലോചിച്ചു. എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. ചേച്ചിനെ നിർബന്ധിച്ചു. പറ്റണം. പിന്നെ ആദ്യം ചെല്ലുമ്പോൾ ചിലപ്പോൾ അവന് സർപ്രൈസായി പോകും. നീ ഒരു കാര്യം ചെയ്യണം. അതിർത്തി മേഖലകൾ ലംഘിച്ച് പെട്ടെന്ന് തന്നെ എല്ലാം കൈക്കലാക്കണം എന്ന് പറഞ്ഞു. ശരി ചേച്ചി എന്ന് പറഞ്ഞ് ഒരു ദിവസം അതേപോലെ ഞാൻ സമീപിച്ചപ്പോൾ ചെറിയ എതിർപ്പുകൾ ഉണ്ടായി. പക്ഷേ ഞാൻ വളരെ വാശിക്കാരിയായിരുന്നു. ഏതോ ഭൂഖണ്ഡം കീഴടക്കാൻ ഞാൻ തുടിക്കുന്ന പോലെയായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ കീഴടക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഈ ഭൂഖണ്ഡം എൻ്റെ വരുതിയിൽ നിൽക്കുമെന്ന്. അത്ഭുതപൂർവമായ ഉയർത്തെഴുന്നേൽപ്പുകൾ ഞാൻ അവിടെ കണ്ടു. മാറ്റങ്ങൾ, അതിമാറ്റങ്ങൾ. കൊള്ളാം. എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും നാളും നടന്ന പാത ശരിയല്ലായിരുന്നു. ഇപ്പോൾ പാതകൾ തെളിഞ്ഞു. നീരുറവുകൾ ഒന്നിച്ചു കൂടിയ ഫലഭൂയിഷ്ഠമായ നദീതടത്തിൽ അന്ന് കളിയോടം അസാധ്യമാമണ്ണം തുഴഞ്ഞ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നപ്പോൾ എനിക്ക് യുറേക്ക, ഞാൻ കണ്ടുപിടിച്ചേ എന്നുള്ള ഫീലിംഗ് ആയിരുന്നു. ആർക്കിമിഡീസിനെ പോലെ ഇറങ്ങിയോടാൻ എൻ്റെ മനസ്സ് വെമ്പി. ആ റിസൾട്ട് പിറ്റേ ദിവസം ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് ഷെയ്ക്കാൻ തന്നു. മിടുക്കി, മിടുക്കി, നീ ഇനിയും കുടുക്ക നിറക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിയാണ് എൻ്റെ വഴികാട്ടി. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് മദ്യപാനം തുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയം കേട്ടോ ചേച്ചി. ഇത് ഫലവത്താകുമോ? ഓവറായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വേണേ, നല്ലതാണ്. കാര്യം ആണുങ്ങൾക്ക് മദ്യം കഴിച്ചു കഴിയുമ്പോൾ കുറച്ചിളക്കവും സ്നേഹമൊക്കെ ഒന്ന് കൂടി വരും. അതുകൊണ്ട് ചിലപ്പോൾ അത് നിനക്ക് ഉപകാരമാകാനും വഴിയുണ്ട് എന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടിയിരുന്നു. അപ്പോൾ കൂടുതൽ കൂട്ടുകാരും ഒക്കെയായി. അതാണ് മദ്യപാനം തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ വല്ലപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്ഥിരമായിട്ട് പാർട്ടിയാണെന്ന് പറയും. എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടങ്ങിയതിൽ പിന്നെ ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാതെ പോവുകയായിരുന്നു. ചേച്ചി എന്നോട് എപ്പോഴും റിസൾട്ട് ചോദിക്കും. മോളെ, ഇപ്പോൾ ഓക്കെ ആണല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെയാണ് ചേച്ചി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ചേച്ചി സ്വന്തം ഭർത്താവിനെ കൈപ്പിടിയിൽ നിർത്തിയത് ഇത്തരം ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും എനിക്ക് സന്തോഷമുണ്ട്. ചേച്ചിയുടെ ആ വിദ്യകളാണല്ലോ എനിക്കും കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപകാരമായത്. എൻ്റെ പൊന്നുമോളെ, ഇതൊന്നും എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ചേച്ചി പിന്നെ ആരുടെ കാര്യം പറഞ്ഞത്? എടി, എൻ്റെ ഭർത്താവും ഞാനും നേരത്തെ ഇതിനേക്കാളും മെച്ചപ്പെട്ടൊരു നഗരത്തിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, ബാംഗ്ലൂർ. അവിടെ ഞങ്ങൾ ശരിക്കും സൊസൈറ്റി കൾച്ചറിലായിരുന്നു. എന്ന് വെച്ചാൽ എന്താ ചേച്ചി? എന്ന് വെച്ചാൽ നിനക്കറിയില്ലേ? അതായത് അവിടെ കമ്പനി വക നല്ല പാർട്ടികൾ കാണും മിക്ക ദിവസങ്ങളും. അവിടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടും. അപ്പം സ്പാർക്ക് തോന്നുന്നവർ പോയി ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അല്ലറ ചില്ലറ നൃത്യങ്ങളും കലാപരിപാടികളും അവിടെ വെച്ച് കാണും. കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. പലരെയും പരിചയപ്പെടാനുള്ള വലിയൊരു അവസരമായിരുന്നു ഒരുങ്ങിയിരുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവനവനെ കോണ്ടാക്ട് ചെയ്തിട്ട് സമയം പോലെ സൗകര്യം പോലെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കാമല്ലോ. അപ്പോൾ ചേച്ചി ഹസ്ബൻഡും അങ്ങനെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ആയിരുന്നില്ല. ഇതിൻ്റെയൊക്കെ ഗുഡൻസ് അവിടെ ചെന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. എൻ്റെ ഭർത്താവായിരുന്നു ഇതിൽ കില്ലാടി. അങ്ങനെ പരിചയപ്പെട്ടിട്ട് എൻ്റെ മുന്നിൽ നല്ലവൻ നടിച്ച് പല ബന്ധങ്ങളും ഉണ്ടാക്കി. ഒരു സുപ്രഭാതത്തിൽ ഞാൻ അതൊക്കെ കണ്ടുപിടിച്ചു. അപ്പം ഞാൻ
ചോദിച്ചു ഈ പാട്ടുകളൊക്കെ എന്തിനാണെന്ന്. അപ്പോൾ നീ കാണുന്നതല്ലേ, അതിൽ നിന്ന് നമുക്ക് നല്ല ആനന്ദമുണ്ടാകുന്നെങ്കിൽ എന്തിനാ ഇതൊക്കെ ഉപേക്ഷിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നോട് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, നിങ്ങൾക്ക് മാത്രം ആനന്ദം മതിയോ, എനിക്ക് വേണ്ട ആനന്ദം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത്രയ്ക്ക് അനുകൂലമായിരുന്നില്ല സംസാരം. ഞാൻ പറഞ്ഞു, എങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്, നിങ്ങൾ ആനന്ദിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോളാൻ. അത് കഴിഞ്ഞതിൽ പിന്നാണ് പുള്ളി ഒന്ന് അയഞ്ഞത്. പിന്നെ പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടേയില്ല. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിചയപ്പെടുന്നതിൽ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആളുകളില്ലേ, അവരോടൊക്കെ ഞാൻ അങ്ങോട്ട് ചെന്ന് സൗഹൃദം കൂടും. പിന്നെ മോളെ, ചിലപ്പോൾ ഭയങ്കര സൗന്ദര്യമുള്ള നമ്മളെ മൈൻഡ് ചെയ്യാത്ത ചില സുന്ദരന്മാർ ആ പാർട്ടിയിൽ വരും. അവർ മറ്റു സുന്ദരികളുമായി അടുത്തിടപഴകുമ്പോൾ എനിക്കാണെങ്കിൽ നെഞ്ചിലൊരു വേവലാതിയാണ്, ഞാൻ അവഗണിക്കപ്പെട്ടു പോവുകയാണല്ലോ എന്ന്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ നിരാശയായി പിൻവാങ്ങില്ല. സൗന്ദര്യമില്ലാത്ത സ്ഥലത്ത് നമുക്ക് മറ്റു പല ഗുണഗണങ്ങളും പുറത്തെടുക്കേണ്ടി വരും. അങ്ങനെ പുറത്തെടുത്ത കഴിവുകളാണ് ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞത്. അവരെ വശത്താക്കാൻ എൻ്റെ വിദ്യകൾ കൊണ്ട് എനിക്ക് കഴിഞ്ഞു. അതിൻ്റെ ഗുണങ്ങൾ ഒത്തിരി അനുഭവിച്ചറിഞ്ഞ സ്ത്രീ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പുരുഷന്മാരെ പൊതുവായിട്ട് നമുക്കെങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, അതിപ്പോൾ ഭർത്താവാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചുരുക്കം പറഞ്ഞാൽ അന്നത്തെ അനുഭവങ്ങൾ എന്നെ കൂടുതൽ ലാവിഷായൊരു ജീവിതത്തിലേക്ക് എത്തിച്ചു. ഭർത്താവും അങ്ങനെ തന്നെ. അവിടുന്ന് പിന്നെ പോന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വളരെ അകന്നു തന്നെയാണ് ജീവിക്കുന്നത്. കാണുമ്പോഴുള്ള സംസാരവും പറച്ചിലൊക്കെ മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് പുള്ളിയുടെ വഴി, എനിക്ക് എൻ്റെ വഴി. അപ്പോൾ ചേച്ചി ഇപ്പോഴും ആക്റ്റീവാണോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്? യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നീയും എന്നെ വെറുത്താലോ? ഇല്ല ചേച്ചി, ഞാൻ വെറുക്കില്ല. എങ്കിൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന മുറിയിലുള്ള ഒരാൾ എൻ്റെ ആരാധകനാണ്. അയ്യോ, അതാരാ ചേച്ചി? എടി, നിമ്മിയുടെ ഭർത്താവ്. പുള്ളി ഇവിടെങ്ങും ഇല്ലല്ലോ, എപ്പോഴും ബിസിയാണല്ലോ. ആ, അതൊക്കെ ബിസി ആയിരിക്കും, പക്ഷേ അത്യാവശ്യ സമയത്ത് അവൻ പറന്നെത്തും. നിമ്മി സുന്ദരിയാണെങ്കിലും ഞാനാണ് മിടിക്കുന്നതാണ് അവൻ പറയുന്നത്. അവനാണ് കഴിഞ്ഞ വട്ടം എനിക്ക് കല്യാണത്തിന് പോകാനുള്ള പട്ടുസാരി എടുത്തു തന്നത്. ഞാൻ ചോദിച്ചില്ലേ എങ്ങനെയുണ്ട്, കൊള്ളാമോന്ന്? ആ, അതവൻ എടുത്തു തന്നതാണ്. അയ്യോ, അതിന് 10-20,000 രൂപ വരെ ആയെന്നല്ലേ പറഞ്ഞത്? അവൻ 20,000 അല്ലടി, 25 വേണമല്ലേ എനിക്ക് വേണ്ടി ചിലവഴിക്കും. അവൻ എൻ്റെ മുത്തല്ലേ, ഞാൻ അവൻ്റെ സ്വത്തല്ലേ എന്ന് ചേച്ചി പറഞ്ഞു. ഈ പ്രായത്തിലും ചേച്ചി കലക്കി കടുവ പറക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചേച്ചിയെ അഭിനന്ദിച്ചു. പിന്നെ ചേച്ചി പറഞ്ഞു, നീയാണെങ്കിൽ ഒന്നിനും അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. അനുവദിക്കുകയായിരുന്നെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവുമായിട്ടും ഒന്ന് കൂട്ടുകെട്ടായേനെ. ആ കൂട്ടുകെട്ടുകളിൽ നിനക്ക് മറ്റു പല സ്വാതന്ത്ര്യങ്ങളും തെളിഞ്ഞു വരും. ഞങ്ങൾ രണ്ടുപേരുമുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി കഴിയുമ്പോഴേക്കും നിന്റെ കാര്യങ്ങളും ക്ലിയർ ആകും. പിന്നെ നിമ്മിയുടെ ഭർത്താവ്, അവൻ സുന്ദരനായതുകൊണ്ട് നിനക്ക് ഒരിക്കലും വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇവിടുന്ന് സ്വാതന്ത്ര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നുമോളെ, അയഞ്ഞ സമീപനം നീ പുലർത്തുകയാണെങ്കിൽ നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യമെന്ന് നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞത് ആദ്യമൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പ്രയാസമായിരുന്നു. ചേച്ചി എന്നെ നിർബന്ധിച്ചതുമില്ല. പിന്നെ കുറേ നാൾ പോയി കഴിഞ്ഞപ്പോൾ ഞാനാണ് ചേച്ചിയോട് പറഞ്ഞത്, എങ്കിൽ ചേച്ചി ഇവിടേക്കൊന്ന് വരൂ, വാതായനങ്ങൾ തുറക്കൂന്ന്. പിന്നെയാണ് ചേച്ചി വീടിനകത്ത് വന്നിരുന്ന് എപ്പോഴും സംസാരിക്കാൻ തുടങ്ങിയത്. ഭർത്താവുള്ളപ്പോഴും വരും. ആ സമയത്ത് ഞാൻ മാറി നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുമ്പോൾ ചേച്ചി സിഗ്നലുകൾ പുറപ്പെടുവിക്കും. അത് ഭർത്താവിനെ ഇഷ്ടമാകാതിരിക്കാൻ തരമില്ല. ഒരു വട്ടം ചേച്ചി ഒരു വിദേശ മദ്യം എൻ്റെ കൊണ്ടുതന്നു. എടി, ഇതാണെങ്കിൽ നിമ്മിയുടെ ഭർത്താവ് എനിക്ക് കൊണ്ടു തന്നതാണ്. ഇന്ന് ഞാൻ വൈകിട്ട് വരുമ്പോഴേക്കും നീ എടുത്തു തന്നാൽ മതി. അവന് നമുക്കെല്ലാവർക്കും കൂടി ഒരു ബഗ് അടിക്കാമെന്ന്. അത് വേണോ ചേച്ചി? വേണം. ഇന്ന് 2-1 അറിയണം. എൻ്റെ പ്രോഗ്രസ്സുകൾ എനിക്ക് റിപ്പോർട്ടാക്കണ്ടേ എന്ന് ചോദിച്ചു. എന്തായാലും അന്ന് വൈകിട്ട് വന്നപ്പോഴേക്ക് ഹസ്ബൻഡ് പച്ചയ്ക്കാണ് വന്നത്. ഞങ്ങൾ 3 പേരും ഇവിടെ ഇരുന്നപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ നിനക്ക് ഗിഫ്റ്റ് തന്നത് ഇങ്ങോട്ടെടുത്തേ മോനെ, നീ ഇത്തിരി രുചിച്ച് നോക്കൂന്ന് പറഞ്ഞു. ഭർത്താവിനത് വളരെ സന്തോഷം. ചേച്ചി ഒഴിച്ചു കൊടുത്തപ്പോൾ ഞാൻ ഇത്തിരി കുടിച്ചു. ഹസ്ബൻഡ് അത് മടുമടാന്ന് ചേച്ചി ഒഴിച്ചു കൊടുത്ത 3-4 പെഗ് കഴിച്ചു. ചേച്ചി എന്നെ കണ്ണ് കാണിച്ചപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച അതിഗംഭീരമായിരുന്നു. ചേച്ചിയുടെ കസർത്തുകൾ ഞാൻ കണ്ടു. കാര്യം, കൈകൾ നീട്ടി ഒന്ന് തൊടാനുള്ളിൽ മോഹം എന്ന് പറഞ്ഞ് ചേച്ചി നിയന്ത്രിച്ചു നിന്നില്ല.
കൈകൾ നീട്ടുക തന്നെ ചെയ്തു, പിന്നെ തലയാട്ടുക തന്നെ ചെയ്തു. ഇതെല്ലാം ഞാൻ ദൂരെ നിന്ന് കാണുന്നുണ്ട്. മദ്യലഹരിയിലായ ഭർത്താവിന് ഇതെല്ലാം പരമാനന്ദമാണെന്ന് എനിക്ക് തോന്നി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചേച്ചി അടുക്കളയിലേക്ക് വന്നിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ ബഹളമുണ്ടാക്കണം, ഇവിടെ എന്താ കാണിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് നീ ഇത്തിരി കഴിയുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി, ഈ ദൃശ്യം കണ്ട് വഴക്കുണ്ടാക്കുന്ന പോലെയെന്ന്. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നു. ദൃശ്യം കണ്ട് ഞാൻ ഞെട്ടി വലിയ ബഹളമുണ്ടാക്കി. ഭർത്താവ് എന്നോട് ക്ഷമാപണം പറഞ്ഞു. ചേച്ചി അറിയാതെ പറ്റിപ്പോയതാ മോളെ, ഒരു പെഗ് അടിച്ചപ്പോൾ നീ ക്ഷമിക്കുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ക്ഷമിക്കില്ലെന്ന് പറഞ്ഞു. ചേച്ചി ഇറങ്ങിപ്പോയി. ഭർത്താവ് എന്നോട് ക്ഷമ പറഞ്ഞിട്ടാണ് അന്നുറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഭയങ്കര കുറ്റബോധം. ഞാൻ ഒന്നും മിണ്ടിയില്ല. അവസാനം വന്ന് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതെങ്ങനെ പറ്റും, ഞാൻ കണ്ടതല്ലേ, ഏകദേശം എല്ലാം നടന്നു കഴിഞ്ഞു, പിന്നെ ഞാൻ ക്ഷമിച്ചിട്ട് എന്ത് കാര്യം. ചേച്ചി പിറ്റേന്ന് വന്ന് എൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞു, മോളെ അറിയാതെ പറ്റിപ്പോയതാണ്, അവനും ഞാനും കുടിച്ചപ്പോൾ അറിയാതെ സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും, പറ്റിപ്പോയതാണ്, അതിപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റുമോ, നീ എന്തിനാണ് ഇത്ര മസിൽ പിടിക്കുന്നത്, നമ്മൾ 3 പേരും കൂടി അറിഞ്ഞൊന്ന് അടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സുഖമായി കഴിയരുതോ എന്ന് ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടി ഓരോ തോന്നിവാസം കാണിച്ചാൽ എൻ്റെ ജീവിതമല്ലേ നശിക്കുന്നത്, എനിക്കെന്താ ഗുണം എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, നിനക്ക് ഗുണമുണ്ടാകും, നമ്മൾ 3 പേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യമായിരിക്കും, നമുക്ക് എന്തുമാകാം, എവിടെയുമാകാം, എങ്ങനെയുമാകാം, അങ്ങനെ മതി അല്ലേ മോനെ ചോദിച്ചു. ഹസ്ബൻഡ് ആദ്യമൊന്ന് അമ്പരുന്നെങ്കിലും ചേച്ചി ബാംഗ്ലൂരിലെ കഥകളൊക്കെ നിറം പിടിപ്പിച്ച് പറഞ്ഞു. എല്ലാം സ്വാതന്ത്ര്യമായിരിക്കണം, നമ്മളിപ്പോൾ നഗരത്തിലല്ലേ, ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞു. മോനെ നമ്മൾ തമ്മിൽ അടുത്തു, പക്ഷേ പ്രതിഫലമായ നിന്റെ ഭാര്യയ്ക്ക് പുതിയൊരു കൂട്ട്, അതും ഇവിടുന്ന് തന്നെ ഞാൻ കണക്ട് ചെയ്യും, നിനക്ക് പ്രശ്നമുണ്ടാകില്ല, നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞാണ് ചേച്ചി നിമ്മിയുടെ ഭർത്താവിനെ എനിക്ക് പരിചയപ്പെടുത്തിയത്. നിമ്മി മിക്കപ്പോഴും അവിടെ കാണുകയില്ല, കാര്യം അവൾ ഒരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ചേച്ചിയുടെ ഭർത്താവാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കില്ല. ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യം, അങ്ങേർക്ക് അങ്ങേരുടെ കാര്യം. ഞങ്ങളുടെ വീട്ടിൽ ഒരേ സമയത്ത് 2 ബെഡ്റൂമുകളിലും ശബ്ദമുഖരിതമായ അന്തരീക്ഷം സംജാതമായി. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങളൊന്നും നമുക്ക് ഒരിക്കലും മാറ്റി വെക്കേണ്ടി വരില്ല. എനിക്കും ഒത്തിരി ആളുകളോട് പലപ്പോഴും പല രീതിയിൽ ഇഷ്ടം തോന്നാറുണ്ട്. ചിലപ്പോൾ നമുക്ക് നടക്കുന്ന ഇഷ്ടങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കും സെയിം ആപ്ലിക്കബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ 3 പേരും വളരെ ശക്തമായ കൂട്ടുകെട്ടാണ്. നിമ്മിയുടെ ഭർത്താവും ഇടയ്ക്കുണ്ട്, അദ്ദേഹം ബിസിയാണ്, എന്നാലും ഞങ്ങളുടെ കൂട്ടുകെട്ടിലേക്ക് ശക്തമായ സംഭാവനകൾ അദ്ദേഹം നൽകുന്നുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവ് അങ്ങേരുടെ ഇഷ്ടങ്ങൾ തേടിപ്പോവുകയാണ്. ചിലപ്പോൾ ഇവിടേക്ക് വിരുന്നുകാർ വരാറുണ്ട്. ഞാനും ചേച്ചിയും സംയുക്തമായി ഒത്തിരി സെർച്ചുകൾ നടത്തിയതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ വർണ്ണാഭമായിരിക്കുകയാണ്. സ്വപ്നത്തിൽ പോലും നമുക്ക് കാണാനോ അടുത്ത് പെരുമാറാനോ പറ്റാത്ത പല വ്യക്തികളെയും അടുത്തറിഞ്ഞ് സാന്ദ്രപൂർവമായൊരു യാത്രയാണ് ഞങ്ങളുടേത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ വെറുതെ ജീവിതം ജീവിച്ച് തീർക്കരുത്, അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹം കഴിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിരുന്ന് വെറുതെ പ്രശ്നമുണ്ടാക്കാനല്ല, സാന്ദ്രത്തോടു കൂടി എന്നാൽ പരസ്പരം ഉത്തരവാദിത്തത്തോടുകൂടി ജീവിക്കണമെന്ന് മാഡം അങ്ങോ പറഞ്ഞത് കേട്ടതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതവും ഉത്തരവാദിത്വം എന്നാണ്. മാഡത്തിന് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അനിയന്ത്രിതമായി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ബെല്ലും ബ്രേക്കും കൺട്രോളും ഒന്നും ഇല്ലാത്തൊരു കാര്യം നല്ലതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിലുൾപ്പെടുന്ന വ്യക്തികൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അന്യർക്ക് ദ്രോഹം ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇതുമൂലമുണ്ടാകുന്ന സൈഡ് എഫക്ട്സോ രോഗങ്ങളോ ഭവിഷ്യത്തുകളോ അത് വന്നു കഴിഞ്ഞാൽ അവനവൻ തന്നെ മാനേജ് ചെയ്യും. ആ നാണക്കേടുണ്ടായിക്കഴിഞ്ഞാൽ അവനവൻ തന്നെ അതൊക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, എനിക്കൊന്നുമില്ല, ഞാൻ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നില്ല, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നില്ല, എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ അവനവൻ തന്നെ മാനേജ് ചെയ്യും. ഇങ്ങനെയൊക്കെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് ആരെയും കുറ്റം പറയാനോ നിയന്ത്രിക്കാനോ പറ്റില്ല. പക്ഷേ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പലപ്പോഴും ഇതൊക്കെ പുറത്തറിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഇത്തരം കാര്യങ്ങളുടെ നല്ല വശങ്ങൾ അല്ലെങ്കിൽ നമുക്ക് രസം തോന്നുന്ന വശങ്ങൾ കുഴപ്പമുണ്ടാകുമ്പോഴും ഓക്കെ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമ്മളെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഉപകരിച്ചാൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവിത രീതിയെ നല്ലതാണെന്ന് കരുതി മാതൃകയാണെന്ന് കരുതി മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ പറ്റില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് കൂടുതൽ നമുക്കതിനെപ്പറ്റി പരത്തി അഭിപ്രായം പറഞ്ഞ് മുഷിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല.